നമസ്കാരം. ഞാൻ മജീഷ്യൻ ഹാരിസ് താഹ. വേഗതയേറിയ മാന്ത്രികൻ, അതായത് ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഇൻ ദ വേൾഡ് എന്ന ലോക റെക്കോർഡ് ഹോൾഡറാണ്. ഇന്ന് ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാണ്. ആത്മാഭിമാനമുള്ള ഓരോ മലയാളിയും സന്തോഷിക്കുന്ന ദിവസം. നവംബർ 1 കേരളപ്പിറവി ദിനം. അതെ, 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് ഇന്ത്യക്ക് തന്നെ മാതൃകയായി കേരളം വീണ്ടും മാറുകയാണ്. പല കാര്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാണ്. അഭിമാനത്തോടുകൂടി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാം, ഞാനൊരു മലയാളിയാണ് എന്ന്. ഇന്നത്തെ പ്രത്യേകത, അതിദാരിദ്ര്യ മുക്ത ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ, നാടിനോടുള്ള അവരുടെ കടപ്പാടിൻ്റെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ കേട്ട ഈ സന്ദേശം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുക? ഇത് എന്തുകൊണ്ടാണ് സാധ്യമാകുക? എന്തിനു വേണ്ടിയാണ്? അതെ, ഒരു കളറിംഗ് ബുക്കാണ്. നമ്മുടെ ഗവൺമെൻറ് ഭരണത്തിലേക്ക് വരുമ്പോൾ ഇതായിരുന്നു. 9 വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ പെൻഷൻ 18 മാസത്തോളം പെൻഷൻ പെൻഡിങ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഗവൺമെൻറ് മുന്നോട്ട് വരുമ്പോൾ അവർ ചെയ്തത് ആദ്യമായി കൃത്യമായ ഒരു പ്രകടന പത്രിക നൽകുക എന്നുള്ളതാണ്. പ്രകടന പത്രിക അവർ നൽകി കഴിഞ്ഞു, കണ്ടില്ലേ? ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പ്രോഗ്രസ് കാർഡ് വരെ അവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞു. അത് ജനങ്ങളിലേക്ക് കൊടുത്ത വിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോവിഡിൻ്റെ സമയത്തും ഫ്ലഡിൻ്റെ സമയത്തുമൊക്കെ നമ്മെ ചേർത്ത് പിടിച്ച നമ്മുടെ ഗവൺമെൻറ് വർണ്ണാഭമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അവർ പകർന്നു തന്നു. പൂട്ടിക്കെട്ടിപ്പോയ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിൽ തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല, ദേശീയപാത തന്നെ നമ്മുടെ മുന്നിലേക്ക് തുറന്നു തന്നിരിക്കുന്നു. വിസ്മയങ്ങളും വർണ്ണാഭമായിട്ടുള്ള അനുഭവങ്ങളും നമുക്ക് പകർന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ പകർച്ചയും നമുക്ക് നൽകുന്നത് വർണ്ണാഭമല്ലേ? ഈ ഓരോന്നും നമ്മുടെ ഗവൺമെൻറ് നമുക്ക് നൽകുന്നത് വർണ്ണാഭമാണ്. അപ്പോൾ നവംബർ 1 കേരളപ്പിറവി ദിനം മലയാളിക്ക് എന്നും അഭിമാനിക്കുന്നതാണ്. പക്ഷേ 2025 നവംബർ 1 മലയാളി ലോകത്തിനു മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ദിവസമാണ്. ഇനി അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടി കുറേ ചാനലുകാരും കുറേ രാഷ്ട്രീയക്കാരുമാണ്. ഞാൻ പറയുന്നത്, അവർ കണ്ടെത്തണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി ഭരണ സംവിധാനത്തെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മുടെ സഹോദരങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വർണ്ണാഭമായിട്ടുള്ള ചിന്തകളും വർണ്ണാഭമായിട്ടുള്ള പ്രവൃത്തികളും കൊണ്ട് നമ്മെ, കേരളത്തിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. 1000 നന്ദി.